ഒരു രാത്രി കൊണ്ട് ഒരു നാട് മുഴുവൻ മണ്ണിടിഞ്ഞു പോയിട്ട് 2 വർഷമാകുന്നു. അന്ന് നമ്മൾ കണ്ടത് ഉറ്റവരെ തിരഞ്ഞ് മണ്ണിൽ കൈകൊണ്ട് മാന്തുന്ന മനുഷ്യരെയാണ്. എന്നാൽ ഇന്ന് വർഷങ്ങൾക്കിപ്പുറം നമ്മൾ കാണുന്നത് അതിജീവിച്ചവരുടെ നെഞ്ചിൽ ചവിട്ടി നിൽക്കുന്ന അധികാരവർഗത്തെയാണ്. നിങ്ങൾക്കറിയാമോ, മുണ്ടക്കയിലും ചൂരൽമലയിലെയും മനുഷ്യർക്ക് വേണ്ടി ലോകമെമ്പാടുമുള്ള മലയാളികൾ നൽകിയ 800 കോടിയിലധികം രൂപ എവിടെ പോയി? 30 ലക്ഷം രൂപ മുടക്കി സർക്കാർ പണിത വീടുകൾ താമസം തുടങ്ങുന്നതിന് മുമ്പേ വിണ്ട് കീറുന്നത് എന്തുകൊണ്ടാണ്? 1000 സ്ക്വയർ ഫീറ്റ് പോലും ഇല്ലാത്തൊരു വീടിന് 30 ലക്ഷം രൂപ ചിലവായി എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ നമ്മൾ വിഡ്ഢികളാണോ? ഇതൊരു സാധാരണ വീഡിയോ അല്ല. ദുരന്തബാധിതരുടെ കണ്ണീരിൽ അഴിമതിയുടെ വിത്ത് പാകിയ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ കൂട്ടുകെട്ടിന്റെ മുഖംമൂടി അടിക്കുന്ന സത്യങ്ങളാണ്. വിവാഹം കഴിഞ്ഞു എന്നൊരൊറ്റ കാരണത്താൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട പെൺകുട്ടികൾക്ക് സഹായം നിഷേധിക്കുന്ന ക്രൂരത, സ്വന്തം മണ്ണിൽ കൃഷി ചെയ്യാൻ അനുവാദം ചോദിക്കുന്ന കർഷകനെ ആട്ടിപ്പായിക്കുന്ന നോ ഗോ സോൺ ഇരട്ടത്താപ്പ്. വയനാട് എന്ന് ചോദിക്കുന്നത് ചില കനത്ത ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ ഇതൊന്ന് കേൾക്കണം. കാരണം ഇത് നാളെ നമുക്ക് എല്ലാവർക്കും, എനിക്കും നിങ്ങൾക്കും ഒക്കെ സംഭവിക്കാവുന്ന ഒരു ഭരണകൂട ഭീകരതയുടെ കഥയാണ്. ദുരന്തം നടന്ന ആദ്യ നാളുകളിൽ സർക്കാർ പ്രഖ്യാപിച്ച ആ ആവേശം ഓർക്കുന്നുണ്ടല്ലോ. മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും നേരിട്ട് പ്രഖ്യാപിച്ചത് 1023 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുമെന്നാണ്. എന്നാൽ മാസങ്ങൾ പിന്നിട്ടപ്പോൾ ഈ പട്ടിക മാന്ത്രിക വിദ്യ പോലെ ചുരുങ്ങി. 1023 നിന്നും അത് വെറും 451 കുടുംബങ്ങളിലേക്ക് എത്തി നിൽക്കുന്നു. ബാക്കി 572 കുടുംബങ്ങൾ എവിടെ പോയി? അവർക്ക് വീടും ഭൂമിയും വേണ്ടേ? ഇവിടെയാണ് രാഷ്ട്രീയ സ്വാധീനത്തിന്റെ കളികൾ തുടങ്ങുന്നത്. അർഹരായ പലരെയും പട്ടികയിൽ നിന്നും പുറത്താക്കിയപ്പോ രാഷ്ട്രീയ സ്വാധീനമുള്ള ചിലർക്ക് ഒന്നിലധികം വീടുകൾ ലഭിച്ചുവെന്ന ഗുരുതരമായ ആരോപണം നാട്ടുകാർ തെളിവ് സഹിതം ഉയർത്തുന്നുണ്ട്. ഇത് കേവലം ആരോപണമല്ല, മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും തെരുവുകളിൽ അലയുന്ന മനുഷ്യരുടെ നീറുന്ന സത്യമാണ്. ഇനി നമുക്ക് വീടുകളുടെ കാര്യത്തിലേക്ക് വരാം. സർക്കാർ അവകാശപ്പെടുന്നത് ഒരു വീടിന് 30 ലക്ഷം രൂപ വീതം അനുവദിച്ചു എന്നാണ്. സാധാരണഗതിയിൽ കേരളത്തിൽ 30 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സുഖ സൗകര്യങ്ങളുള്ള ഒരു നല്ല വീട് പണിയാം. എന്നാൽ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് 1000 സ്ക്വയർ ഫീറ്റിൽ താഴെയുള്ള ചെറിയ വീടുകളാണ്. പണി പൂർത്തിയായി താക്കോൽ കൈമാറാൻ നാടകം നടത്തുമ്പോൾ പല വീടുകളുടെയും ചുമരുകളിൽ വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. താമസം തുടങ്ങുന്നതിന് മുമ്പേ മേൽക്കൂര പിളരുന്നു എങ്കിൽ ഉപയോഗിച്ച സിമന്റിന്റെയും കമ്പിയുടെയും ഗുണനിലവാരം എത്രത്തോളം ഉണ്ട്? ഈ വിള്ളലുകൾ പുറം ലോകം അറിയാതിരിക്കാൻ പൂട്ടിയിട്ട് മൂടാനാണ് ഉദ്യോഗസ്ഥരും കരാറുകാരും ശ്രമിക്കുന്നത്. പത്രങ്ങളിൽ 178 വീടുകൾ പൂർത്തിയായെന്നാണ് പരസ്യം നൽകിയ സർക്കാർ. സത്യത്തിൽ 44 വീടുകൾ മാത്രമാണ് ഭാഗികമായെങ്കിലും താമസയോഗ്യമാക്കിയത്. ബാക്കിയുള്ള 134 വീടുകളുടെ പണം എങ്ങോട്ട് പോയി? ഇത്രയും വലിയ തുക ചിലവാക്കിയിട്ടും എന്തിനാണ് ഈ പ്രഹസനം? ദുരന്ത ബാധിത മേഖലയിലെ പുഴ വൃത്തിയാക്കാൻ സർക്കാർ അനുവദിച്ച 197 കോടി രൂപയാണ്. കേൾക്കുമ്പോൾ ആർക്കും തോന്നാം വലിയൊരു ശുചീകരണ പ്രവർത്തനം നടക്കുന്നുണ്ട് എന്ന്. എന്നാൽ വസ്തുത എന്താണ്? അവിടെ 3 കോടി രൂപയുടെ പ്രവൃത്തി പോലും നടന്നിട്ടില്ല എന്ന് ആക്ഷൻ കൗൺസിൽ വ്യക്തമാക്കുന്നു. പുഴയിലെ മണലും കല്ലും നീക്കം ചെയ്യുന്നതിന് ഇത്രയും വലിയ തുകയുടെ ആവശ്യമുണ്ടോ? ഈ 197 കോടിയിൽ സിംഹഭാഗവും ഉദ്യോഗസ്ഥ രാഷ്ട്രീയ ലോബി വീതം വെച്ചെടുക്കുകയായിരുന്നു. വീട് നഷ്ടപ്പെട്ടവർക്ക് മാത്രമല്ല, ഈ ദുരന്തം ബാധിച്ചത് ചൂരൽമല ടൗണിൽ വ്യാപാരം നടത്തിയിരുന്ന 55ഓളം കെട്ടിട ഉടമകളും 100 കണക്കിന് തൊഴിലാളികളും ഇന്ന് പട്ടിണിയിലാണ്. അവരുടെ കടകൾ മണ്ണടിഞ്ഞു പോയിട്ടില്ലായിരിക്കാം, പക്ഷേ പ്രദേശം നോ ഗോ സോൺ ആയതോടെ അവിടേക്ക് ആർക്കും വരാൻ കഴിയില്ല. ഉപഭോക്താക്കളില്ലാതെ, വരുമാനമില്ലാതെ വാടക വീടുകളിൽ കഴിയുന്ന ഈ മനുഷ്യരെ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഒറ്റവാക്കിൽ പറയാം, ഇല്ല. തോട്ടങ്ങളിലെ ലയങ്ങളിൽ താമസിച്ചിരുന്ന, അതായത് പാടികളിൽ താമസിച്ചിരുന്ന തൊഴിലാളികളുടെ അവസ്ഥ ഇതിലും ദയനീയമാണ്. അവർക്ക് ആധാർ കാർഡിൽ അല്ലാതെ മറ്റു രേഖകളൊന്നുമില്ല. വീട്ടു നമ്പർ ഇല്ലാത്തത് കൊണ്ട് അവരെ പുനരധിവാസ പട്ടികയിൽ നിന്നും തന്നെ ഒഴിവാക്കി. പാഡിയിലുള്ളവരല്ല, അത് എസ്റ്റേറ്റുകാർ നോക്കിക്കോളും എന്ന അധികൃതരുടെ പരിഹാസം അത് കേട്ട് നിൽക്കാൻ മാത്രമേ ആ പാവങ്ങൾക്ക് സാധിക്കുന്നുള്ളൂ. മുണ്ടക്കയിലെ കർഷകർക്ക് ഇന്ന് സ്വന്തം മണ്ണിൽ പ്രവേശിക്കാനും കഴിയില്ല. അത് അപകട മേഖലയാണെന്ന് പറഞ്ഞ് സർക്കാർ തടയുന്നു. ഞങ്ങൾക്ക് സർക്കാർ നൽകുന്ന ആഡംബര വീടുകൾ ഒന്നും വേണ്ട, സ്വന്തം മണ്ണിൽ കൃഷി ചെയ്യാനുള്ള അനുവാദം മാത്രം മതി എന്നാണ് അവർ കേഴുന്നത്. എന്നാൽ ഇതേ അപകട മേഖലയിൽ പ്രവർത്തിക്കുന്ന വമ്പൻ റിസോർട്ടുകൾക്ക് സർക്കാർ പ്രവർത്തനാനുമതി നൽകുന്നുമുണ്ട്. പാവപ്പെട്ട കർഷകൻ കൃഷി ചെയ്താൽ ഉരുൾപൊട്ടുമെന്നാൽ പണക്കാർ റിസോർട്ട് നടത്തിയാൽ ഉരുളൊന്നും പൊട്ടില്ല. ഇതാണ് ഈ ഇരട്ടത്താപ്പിന് പിന്നിൽ. ഏത് മാഫിയയാണ് പ്രവർത്തിക്കുന്നത്? തങ്ങളുടെ ഭൂമി വിട്ടു നൽകാൻ തയ്യാറല്ലാത്ത കർഷകരെ നിർബന്ധിച്ച് കുടിയിറക്കാനുള്ള തന്ത്രമാണോ ഈ നോ ഗോ സോൺ പ്രഖ്യാപനം? ഈ ദുരന്തത്തിൽ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും നഷ്ടപ്പെട്ട യുവതികളുണ്ട്. അവർക്ക് വിവാഹം കഴിഞ്ഞു എന്നൊരൊറ്റ കാരണം കൊണ്ട് ആനുകൂല്യങ്ങൾ നിഷേധിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. സ്വന്തം കുടുംബം ഇല്ലാതായ ഒരു പെൺകുട്ടിക്ക് ആനുകൂല്യം നൽകാൻ വിവാഹമാണോ മാനദണ്ഡം? ഇതൊക്കെ ഏത് നാട്ടിലാണ് നടക്കുക? വാടക സഹായമായി നൽകുമെന്ന് പറഞ്ഞ് 9,000 രൂപ പലർക്കും മുടങ്ങിയിരിക്കുകയാണ്. പല കുടുംബങ്ങളിലും ചായ
കുടിക്കാൻ 1 കിലോ പഞ്ചസാര വാങ്ങാൻ പോലും പണമില്ലാത്ത അവസ്ഥയാണ്. സന്നദ്ധ സംഘടനകൾ നൽകുന്ന സഹായങ്ങൾ പോലും അർഹരിലേക്ക് എത്താതിരിക്കാൻ പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വം ഇടപെടുന്നുണ്ട്. സഹായം വേണമെങ്കിൽ പാർട്ടിക്കാരനാകണം, കയ്യിൽ ചെങ്കൊടി ഏന്തണം. ഈ അവസ്ഥ എത്രത്തോളം ഭീകരമാണ്. മുണ്ടക്കൈ 11-ാം വാർഡ് റാട്ടപ്പാടിയിലുള്ള 21 കുടുംബങ്ങളുടെ കഥ ഒന്ന് കേൾക്കുക. മുണ്ടക്കൈ 11-ാം വാർഡ് റാട്ടപ്പാടിയിലുള്ള 21 കുടുംബങ്ങളുടെ കഥയൊന്ന് കേൾക്കുക. ദുരന്ത സമയത്ത് ജീവൻ കയ്യിൽ പിടിച്ച് ചായത്തോട്ടങ്ങളിൽ ഒളിച്ചിരുന്ന മനുഷ്യരാണവർ. ഇന്നവർ പുനരധിവാസ ലിസ്റ്റിന് പുറത്താണ്. കാരണം സർക്കാർ നിശ്ചയിച്ച അതിർത്തി കല്ലുകൾക്ക് പുറത്താണ് അവരുടെ വീടുകൾ പോലും. ജിയോളജി വകുപ്പ് അടയാളപ്പെടുത്തിയ കല്ലിന്റെ ദൂരപരിധി നോക്കിയാണോ മനുഷ്യരുടെ ജീവന് വിലയിടുന്നത്? വീട് വിണ്ടുകീറിയും കിണറുകൾ താഴ്ന്നുപോയും താമസയോഗ്യരല്ലാതായ ഇടങ്ങളിൽ ആളുകളെ നിർബന്ധിച്ച് താമസിപ്പിക്കുന്നത് മറ്റൊരു ദുരന്തത്തിന് വഴിയൊരുക്കുകയല്ലേ? വെള്ളരിമല മേഖലയുടെ ആഘാതം പഠിക്കാതെ, സുരക്ഷിതമായി പുനരധിവാസം ഉറപ്പാക്കാതെ സർക്കാർ നടത്തുന്ന ഈ നാടകം ആർക്കു വേണ്ടിയാണ്? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒഴുകിയെത്തിയ 800 കോടിയിലധികം രൂപ ഇപ്പൊ എവിടെ പോയി? നിലവിൽ നടക്കുന്ന വീട് നിർമ്മാണം പോലും കേന്ദ്ര ഫണ്ടുകൾ ഉപയോഗിച്ചാണെന്ന ആക്ഷേപം ഉയരുമ്പോൾ ജനങ്ങൾ നൽകിയ ഈ ഭീമമായ തുക സർക്കാർ എന്തിനാണ് കെട്ടിവെച്ചിരിക്കുന്നത്? എന്തായാലും നിങ്ങളുടെ വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന തുകയല്ലത്. അത് ജനങ്ങൾ ആ ദുരന്ത ബാധിതർക്ക് വേണ്ടി നൽകിയ തുകയാണ്. ദുരന്ത ബാധിതർ തെരുവിൽ നീതിക്കായി കീഴുമ്പോഴും ഫണ്ടുകൾ വകമാറ്റി ചിലവഴിക്കുന്നുണ്ടോ എന്ന സംശയം ബലപ്പെടുന്നു. ഓരോ തവണയും കേന്ദ്രത്തെ പഴി പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സർക്കാർ തങ്ങളുടെ പക്കലുള്ള ഫണ്ട് ഉപയോഗിച്ച് എന്ത് ചെയ്തു എന്നതിന് വ്യക്തമായ ഉത്തരം നൽകണം. അപ്പോൾ ഈ വസ്തുതകൾ പുറത്തു കൊണ്ടുവരുന്ന മാധ്യമ പ്രവർത്തകർക്കും നാട്ടുകാർക്കും നേരെ വലിയ തോതിലുള്ള സൈബർ ആക്രമണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യാവസ്ഥ പറയുന്നവരെ സർക്കാർ വിരുദ്ധരെന്ന് മുദ്രകുത്തി നിശബ്ദരാക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ സംഘിപ്പട്ടം ചാർത്തുന്നു, കൊങ്ങിപ്പട്ടം അണിയിക്കുന്നു. പക്ഷേ വിള്ളൽ വീണ ചുമരുകളും കണ്ണീരൊപ്പാൻ ആരുമില്ലാത്ത മനുഷ്യരും നൽകുന്ന തെളിവുകൾക്ക് മുമ്പിൽ ഏത് സൈബർ പോരാളികൾക്കും തോറ്റു പിന്മാറേണ്ടി വരും. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം ഒരു പ്രകൃതി ദുരന്തമായിരുന്നു. എന്നാൽ അതിനുശേഷമുള്ള പുനരധിവാസം ഒരു ഭരണകൂട നിർമ്മിത ദുരന്തമായി മാറുകയാണ്. ഞങ്ങൾക്ക് വേണ്ടത് ആഡംബരങ്ങളല്ല, സമാധാനമായി ഉറങ്ങാൻ സുരക്ഷിതമായ ഒരു കൂരയാണ്. സ്വന്തം മണ്ണിൽ അധ്വാനിച്ച് ജീവിക്കാനുള്ള അവകാശമാണ്. വയനാടിന്റെ കണ്ണീർ തോരണമെങ്കിൽ വാഗ്ദാനങ്ങൾക്കെല്ലാം അപ്പുറം നീതിപൂർവമായ ഇടപെടലാണ് ഉണ്ടാകേണ്ടത്. അധികൃതർ അറിയാനായി ഈ മനുഷ്യർക്ക് നീതി ലഭിക്കുന്നതുവരെ ഞങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഭരണകൂടം ഈ പാവപ്പെട്ടവരുടെ കണ്ണീർ കണ്ടിരിക്കണം. അഴിമതിരഹിതമായ പുനരധിവാസം എത്രയും വേഗം പൂർത്തിയാക്കണം. വയനാടിന് ഇനി വേണ്ടത് ആശ്വാസമല്ല, അവകാശമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക. കാരണം ഇത് കേവലം ഒരു വാർത്തയല്ല, ഒരു നാടിന്റെ നിലവിളിയാണ്. നിശബ്ദരാക്കപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയുള്ള ശബ്ദമാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.